CPM-ൽ സ്ത്രീ പ്രാതിനിധ്യമില്ലെന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവന സ്വാഗതം ചെയ്ത് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ ഇക്കാര്യത്തിൽ ആത്മപരിശോധന നടത്തുന്നുണ്ടെന്ന് P. മോഹനൻ പറഞ്ഞു. കാന്തപുരം ആദരണീയനായ വ്യക്തിത്വമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകളോട് കടുത്ത നിലപാടെടുക്കുന്ന ആളാണ് കാന്തപുരം. മതസംഘടനകൾക്ക് അവരുടെ അഭിപ്രായമുണ്ടാകും. അക്കാര്യത്തിൽ തർക്കത്തിലേക്ക് പോകേണ്ട കാര്യമില്ലെന്നും മോഹനൻ പറഞ്ഞു. കാന്തപുരം ആദരണീയനായ സമൂഹം അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഇത്തരം കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ, നിലപാടുകൾ ചിലതൊക്കെ പലർക്കും ഉണ്ടായേക്കാം. അതെന്തിനാണ് അത് വലിയ വിഷയമായിട്ട് ഉയർന്നു വരേണ്ട കാര്യമില്ല. വിശ്വാസവും മതസംഘടനവും അതിന്റെ വഴിക്ക് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലപാടിനനുസരിച്ച് പോകുന്നു. ഷിത ജഗത്ത് വിശദാംശങ്ങൾ നൽകും. ഷിത, ഈ കാന്തപുരത്തിന്റെ പ്രസ്താവനയിൽ സോഷ്യൽ മീഡിയക്കകത്ത് അണികൾ വലിയ തോതിൽ ന്യായീകരണവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ കാന്തപുരത്തിന് പൂർണ്ണമായും വഴങ്ങിക്കൊണ്ട് മോഹനൻ മാഷിന്റെ പ്രതികരണം വരുന്നത്. എങ്ങനെയാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്? സൈഫുദ്ദീൻ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിരുന്നത് ഈ സ്ത്രീകളുടെ വിഷയത്തിൽ വിമർശിക്കപ്പെടുന്ന CPM വിമർശനവുമായി മുന്നോട്ട് വരുമ്പോൾ കണ്ണൂരിൽ ഒരു ഏരിയ സെക്രട്ടറി പോലും CPM-ന് ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു വിമർശനമാണ് കാന്തപുരം ഉന്നയിച്ചിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ P. മോഹന്റെ പ്രസ്താവനയുള്ളത്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്, ആ പറഞ്ഞതിനോട് തങ്ങൾക്ക് അതിൽ കാന്തപുരത്തിന്റെ ആ പരാമർശത്തോട് തങ്ങൾക്കും അഭിപ്രായമുണ്ട്. കാരണം ആ ഒരു രീതിയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളൊരു ആത്മപരിശോധനയും ആത്മവിമർശനവും പാർട്ടി നടത്തുന്നുണ്ട്. അതിലേക്കൊക്കെ അങ്ങനെ ഏരിയ സെക്രട്ടറിമാരുൾപ്പെടെ ജില്ലാ സെക്രട്ടറിമാരുൾപ്പെടെ പാർട്ടിയിലേക്ക് എത്തണം എന്നുള്ളതാണ് CPM-ന്റെ നിലപാട്. അതിനുള്ള കൃത്യമായുള്ള പരിശോധനകളൊക്കെ പാർട്ടി നടത്തുന്നുണ്ട്. ആത്മപരമായുള്ള വിമർശനം നടത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായി നല്ല മാറ്റങ്ങൾ ഈ ഒരു സമ്മേളന കാലയളവിൽ തന്നെ നല്ല മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ട്. CPM-ന്റെ സമ്മേളനങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായൊക്കെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെ കുറെ പേർ ഈ രംഗത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് കാന്തപുരം പറഞ്ഞതിനെ അവർ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ചും ഒരു ആത്മവിമർശനമായി തന്നെ ഈ കാര്യത്തെ എടുക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അത് തന്നെയായിരുന്നു ഇന്നലെ തോമസ് ഐസക്കും പറയുകയും ചെയ്തിരുന്നത്. അതിനൊപ്പം തന്നെ കാന്തപുരത്തെ എതിർക്കേണ്ടതില്ല എന്നുള്ളൊരു വാക്കുകൾ കൂടി പറയുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ നിലപാടുണ്ടാവും, മതസംഘടനകൾക്കും മതമേലധ്യക്ഷന്മാർക്കുമൊക്കെ അവരുടെ നിലപാടുകളും ഉണ്ടാകും. അതൊക്കെ അങ്ങനെ കണ്ടാൽ മതി, പരസ്പരമുള്ള നിലപാടുകളായി മാത്രം കണ്ടാൽ മതി. അതിനെതിരെ ഏറ്റുമുട്ടാനോ മറ്റൊരു രീതിയിലേക്കോ പോകേണ്ടതില്ല എന്നുള്ളതാണ് P. മോഹനൻ വ്യക്തമാക്കിയിരിക്കുന്നത്. സൈഫുദ്ദീൻ. ശരി ഷിത.